നമസ്കാരം. പ്രവാസി ദോഹ കഴിഞ്ഞ 25 വർഷമായി പതിവ് തെറ്റാതെ നടത്തിപ്പോരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ഈ വർഷവും ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് യുവ എഴുത്തുകാരനും പണ്ഡിതനും ബഷീറിൻ്റെ കൃതിയായ ബാല്യകാല സഖി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് പുസ്തകമാക്കിയ നമുക്കേവർക്കും പ്രിയപ്പെട്ട സുഹൈൽ വാഫിയാണ്. അദ്ദേഹമാണ് ഇന്ന് ഇവിടെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രവാസി ദോഹയുടെ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സ്വാഗത ഭാഷണത്തിനായിട്ട് നമ്മുടെ മുൻ ചെയർമാനും പ്രവാസി ദോഹ പ്രവാസി ട്രസ്റ്റ് എന്നിവയുടെ ജീവനാടിയുമായ മിസ്റ്റർ CV റപ്പായിയാണ്. അദ്ദേഹം ഈ ജഡ്ജിങ് കമ്മിറ്റിയുടെ നമ്മുടെ ബഷീർ അവാർഡ് ജഡ്ജിങ് കമ്മിറ്റിയുടെ ജൂറിയുമാണ്. MT വാസന്ദേവൻ നായരാണ് നമ്മുടെ ചെയർമാൻ. ഇക്കൊല്ലത്തെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നടനും ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹ്യ രംഗത്തെല്ലാം നിറഞ്ഞ സാന്നിധ്യവുമായ നമുക്കേവർക്കും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്കാണ്. അതിൻ്റെ അവാർഡ് നാട്ടിൽ വെച്ച് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ എറണാകുളത്ത് വെച്ചോ അല്ലെങ്കിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ചോ നൽകുവാനായിട്ട് MT വാസുദേവൻ മമ്മൂട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലാണ്. അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയാൽ ആ സമയം നിശ്ചയിച്ചിട്ട് തുഞ്ചൻ പറമ്പിൽ വെച്ച് നമ്മൾ ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകും എന്ന് ഇന്നലെ നമ്മുടെ ബാബുമേട്ടൻ നമ്മളെ അറിയിക്കാൻ ഇവിടെ ചടങ്ങിൽ അറിയിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് അറിയിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിനായി മിസ്റ്റർ CV റപ്പായിയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം സുഹൈൽ വാഫിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുഹൃത്തുക്കളെ, ആദ്യമായി ശ്രീമാൻ സുഹൈൽ വാഫിക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ പ്രത്യേകമായ ഒരു ആശംസയ്ക്കും അഭിനന്ദനത്തിനും അദ്ദേഹത്തിന് അർഹതയുള്ളൂ. കാരണം ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ബാല്യകാല സഖി എന്ന കൃതി അറബ് ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്ത് ആ പുസ്തകം ഇവിടെ അച്ചടിച്ചു വന്നിരിക്കുന്നു. അത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാ അറബ് ദേശങ്ങളിലും വായിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നറിയുന്നു. വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതിന് മുതിർന്ന അദ്ദേഹത്തിന് പ്രവാസി ദോഹ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ഇന്നിവിടെ ബഷീറിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു കീനോട്ട് പ്രഭാഷണം നടത്താൻ നമ്മളോട് സമ്മതിക്കുകയും നിങ്ങളോട് എത്തിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാം, നമ്മുടെ അനീസ് സലീം ഇല്ലേ, നമ്മുടെ ഇംഗ്ലീഷ് നോവലൊക്കെ എഴുതുന്ന അവരൊരു ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ബഷീറിനെ കാണാൻ പോയത് ഓർക്കുകയാണ്. ഞാൻ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ എൻ്റെ മരച്ചോട്ടിൽ പാട്ടും കേട്ടിരിക്കുകയാണ് പതിവ് പോലെ. ഞാൻ ചെന്ന് എന്തേ വന്നെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കാണാൻ വേണ്ടി വന്നാൽ ഒരുപാട് കാണാൻ കുറിച്ച് വന്നാൽ ഇതാ കണ്ടില്ലേ പോയിക്കോളും എന്ന് പറഞ്ഞു. അനീസലീം അതൊരു നെഗറ്റീവ് ഒരു അനുഭവം പോലെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം അതേ അനുഭവം നമ്മുടെ യുവക്കാരും പറയുന്നുണ്ട്. എറണാകുളത്ത് ബുക്ക് ഷോപ്പ് നടത്തുന്ന കാലത്ത് യുവക്കാര് ബഷീറിനെ കാണാൻ പോയി. ഇതേപോലെ എന്തിനാ വന്ന്
ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്, കണ്ടില്ലേ ഇനി പോയിക്കോളെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയില്ല, അദ്ദേഹം അവിടെ തന്നെ നിന്നു. അപ്പോൾ ബഷീർ ചോദിച്ചു ഊണ് കഴിച്ചു? ഇല്ല, ഊണ് കഴിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോയി നമ്മളെ ഭക്ഷണം കൊടുത്തു. ഒരു പച്ച മനുഷ്യൻ സ്നേഹത്തിന് തൽക്കാലം മുമ്പിൽ കാണുമ്പോൾ ഒരുപാട് വാക്കുകളെ കൊണ്ട് ഞാൻ അറബികളെ പറ്റി പറയാം, മലയാളികൾ മാത്രമുള്ള ഒരു സദസ്സിൽ പറയാമല്ലോ. നമ്മൾ സത്യത്തിൽ ബഷീറിന്റെ കൾച്ചറാണ് മലയാള കൾച്ചർ ആവേണ്ടത് ഉള്ളത് എന്ന് പറഞ്ഞാല് ഈ അറബികളുടെ രീതി അനുസരിച്ച് ഇപ്പൊ പണൊക്കെ ആയി പെട്രോളൊക്കെ കയ്യിൽ വന്നപ്പോൾ ഉള്ള അറബികളാട്ടെ പറയുന്നത്. വെറുതെ കാണുമ്പോൾ ഒരുപാട് സ്നേഹം ചൊല്ലിയ വാക്കുകൾ നമ്മളായിട്ട് മലയാളം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ, ഇത്രയും സ്നേഹം, ഇത്രയും ബഹുമാനം എന്ന് തോന്നിപ്പോകുന്ന ഇവന്റെ ജീവന് വേണ്ടി ഞാനിതാ കാണുകയത് ആ ഒരു ലെവലിലൊക്കെ പോയിട്ടുള്ള തഹിയ്യാത്താണ്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് ആണ് കാണുമ്പോഴേ, അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോഴൊക്കെ എന്നിട്ട് ഫോൺ വെച്ചാലോ തെറി പറയും. അപ്പൊ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് ഖത്തർ ലൈസൻസ് കിട്ടിയ ഉടനെ എന്റെ ബോസിന്റെ അടുത്ത് അത് കിട്ടിയെന്ന് സന്തോഷം പറയാൻ വേണ്ടി പോയത് 2013 14 അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾ മലയാളികള് വാക്കുകൾ പറയുകയാണെങ്കിൽ അത് ഉദ്ദേശിച്ചേ പറയാറുള്ളൂ, വെറുതെ പറയാറില്ല, ശരിക്കും നിങ്ങളോട് എനിക്ക് നന്ദി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നന്ദി ഉണ്ട് എന്നുള്ളതിനൊന്നും ഒരു അർത്ഥമില്ലാതായി പോകുന്ന ഒരു എപ്പോഴും നന്ദി, മില്യൺ നന്ദി, അങ്ങനെ അല്ല നമ്മൾ ഒരു നന്ദി പറഞ്ഞാൽ ആ ഉള്ള നന്ദിക്ക് നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ശൈലിയായിരുന്നു ശരിക്കും ബഷീറിൻ്റെത്. നാട്യങ്ങളില്ലാത്ത ഈ കോഴിക്കോട് അന്ന് കളക്ടറായിരുന്ന പിന്നെ പത്മശ്രീ ബഷീറിന് കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടിൽ പോയാലൊക്കെ. അപ്പോ ബഷീർ പതിവ് പോലെ കളക്ടറാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊന്നും ആര് വന്നാലും ബഷീറിന് ഒന്നാണ്. നമ്മുടെ അലമാറയിൽ ഒരു ഫലകവും കൂടെ വെക്കാനുള്ള സ്ഥലം ഉണ്ടോന്ന് പോയി നോക്കി ഉണ്ടല്ലോ, വെക്കാലോ. എന്നാ പത്മശ്രീ ഓക്കെ, എന്നാ ആയിക്കോട്ടെ. അതായത് കേന്ദ്ര ഗവൺമെന്റ് അതിലൊരു പ്രോട്ടോകോൾ പ്രകാരം കളക്ടറെ വിട്ടതാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡൽഹിക്ക് ഭയങ്കര തണുപ്പാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഇവിടെ അൽമാരയിൽ വെക്കാം എന്നാണ് പത്മശ്രീ കിട്ടി എന്ന് പറയും അറിയിക്കാൻ വന്ന. അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ സരളമായിട്ട് മനസ്സിലാക്കാവുന്ന വ്യക്തിത്വത്തിന്റെ ഒരു ശുദ്ധിയും തെളിമയും പ്രകടനപരത ഇല്ലായ്മയും ഒക്കെയാണ്. മാമുക്കോയ അനുഭവം അതുപോലെ പറയുന്നുണ്ട്. മാമുക്കോയ കുറെ കൂടെ അടുത്ത നമ്മുടെ സിനിമാ നടൻ മാമുക്കോയ കുറെ അടുപ്പുണ്ടായിരുന്ന കൂട്ടുകാരാണ് തോന്നുന്നു. സിനിമ ബഷീറിന്റെ ബാലകവിയിലേക്ക് വന്നതിന് ശേഷം പുതിയ സിനിമകളുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ സംവിധായകരെ വിളിച്ച് പറയും, ഇന്ന ഒരാളുടെ അയാൾക്കും കൂടി ഇന്നാലിന്റെ കഥാപാത്രത്തിന്റെ വേഷം അവന് കൊടുക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് പിന്നെ ബഷീർ മുമ്പേ പറയാം, നേരിട്ട് കാണുമ്പോ എന്തായ വേഷം എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്നും അല്ല ചർച്ച, എന്താ കിട്ടിയെന്നാ ചോദിക്കാന്നുള്ളത്, പൈസ എന്ത് കിട്ടി എന്നാണ് ചോദിക്കാന്നാ പറയുന്നത്. അപ്പോ ബഷീർ പറയത്ര, കാരണം സിനിമാക്കാരാണ്, അത് നന്നായിട്ട് കൊണ്ടുപോകും, പക്ഷെ കാശില്ല. ഭാർഗവി നിലയത്തിന് എനിക്ക് അനുഭവമുള്ളതാണ്. അടൂര് പിന്നെ മന്ത്രികള് തിരക്കത് കോൺട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സമയത്ത് അവര് പറഞ്ഞത്ര, സോറി അത് ഞാൻ ഓൾറെഡി ഡൽഹിയിലുള്ള ഒരു ടീമിന് അവരേക്ക് തരാറായാലോ 1500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നത്. അടൂര് പറയാൻ ഞാൻ മനസ്സിലാക്കുക 1500 രൂപക്ക് അത് കൊടുത്ത് എന്ന് മനസ്സിൽ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു പട്ടിണി കിടന്ന് തെണ്ടി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരാള് ജീവിതത്തിന് പ്രയാസപ്പെടുമ്പോൾ പൈസയുടെ മൂല്യം, ഓരോ അണയുടെയും മൂല്യം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പൈസയോടുള്ള വിഭ്രാന്തി അങ്ങനെ വിചാരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ കുറെ കൂടെ തിരിഞ്ഞ് MT എഴുതിയ അനുഭവത്തിലേക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ആശാനേനാണ് ഖസാക്കിനെ നന്നായിട്ട് വായിച്ചത്, അല്ലെങ്കിൽ OVVG നന്നായിട്ട് മനസ്സിലാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതലൊന്നും ബഷീറിനെ കുറിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ബഷീറിനെ വ്യക്തി എന്നുള്ള നിലക്കും കൃതി എന്ന നിലക്കും ഏറ്റവും ആഴത്തിൽ പക്ഷെ ഹൃദയം തൊട്ട് വായിച്ചിട്ടുണ്ടാവും MT ആയിരിക്കാം, അല്ലെങ്കിൽ അന്നുലൻ വാസു എന്ന് വിളിക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹമല്ലോ. ഭ്രാന്ത് വരുമ്പോ കത്തി താഴെ ഇടാൻ ആരും തയ്യാറല്ല. നാട്ടിലെ മല്ലന്മാർ പിടിച്ചിട്ട് ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് കയ്യിൽ അടിച്ച് കത്തി തെറിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ MT വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് എന്താ ഗുരു എന്താ കയ്യിൽ കത്തി പിടിച്ചിരിക്കുന്നത് അത് കൊടുക്കുകയാണ്. അത്രയും സ്നേഹം നടത്തും. ഈ കാശിന്റെ കാര്യത്തിലെ വിഭ്രാന്തി എന്ന് പറഞ്ഞപ്പോഴേ MT സ്വന്തം അടുത്ത അനുഭവങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബഷീർ വളരെ രഹസ്യമായിട്ട് ആളുകൾക്ക് ദാനം കൊടുത്തത് അവര് വന്ന് പറഞ്ഞിട്ട് അറിയാം, ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
പുസ്തകങ്ങൾ ചോദിക്കുമ്പോൾ ബഷീർ ആർക്കും എഴുതിയ പുസ്തകങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. സ്വന്തം എഴുതിയ കോപ്പീസ് ശരിക്കും നമ്മളൊക്കെ എഴുതിയ വല്ല ചെറിയ കൃതികളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് കാശി വയ്ക്കാൻ ഒക്കെ ഭയങ്കര മടിയാണല്ലോ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ കോപ്പി ഉണ്ടെങ്കിൽ. പക്ഷെ ബഷീർ തീരെ എഴുതിയ കൃതികൾ മറ്റൊരാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നില്ല. എഴുത്തുകാരനോട് അയാൾ എഴുതിയ കൃതി ചോദിക്കുന്നത് സ്വന്തം ചോര രക്തം ചോദിക്കുന്നത് പോലെ ക്രൂരമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ബഷീറിന്റെ കൃതികളിൽ എന്ന പോലെ തന്നെ ജീവിതത്തിലും ഉള്ള ഏറ്റവും വലിയൊരു ഭാവം സ്നേഹമായിരുന്നു. ഒരിക്കലും ഒരു മോടി പിടിപ്പിക്കാത്ത, പുറത്തേക്കുള്ള ഒരു അഭിനയമല്ലാത്ത ഉള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബഷീറിന്റെ കൃതികൾ മൊത്തം വായിച്ചതിൽ എല്ലാം അന്തർലീനമായിട്ട് കിടക്കുന്ന ഈ കൃതികളുടെ വ്യക്തിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതൊരു സ്നേഹം, സഹാനുഭൂതി, എല്ലാവരെയും ഒന്നിച്ച് കാണൽ, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരെ വെളിച്ചത്തോട്ട് കൊണ്ടുവരൽ എന്നൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ പല നിർവചനങ്ങളാണ്, സ്നേഹത്തിന്റെ പല ഭാവങ്ങളാണ്. ഈ ഒരു കൃതി ആഗ്രഹിച്ച് വായിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാത്ത ബഷീർ പാത്തുമ്മയിൽ ആടിനെത്തുമ്പോൾ ആട് ശബ്ദങ്ങളും അതുപോലെ തന്നെ ബാല്യകാലസൊക്കെ എടുത്ത് തിന്നുന്നത് കാണുന്നുണ്ട്. പുതപ്പ് കടിക്കാൻ വരുമ്പോഴേ ആടിനെ തടയുന്നുള്ളൂ. ആട് തിന്നോട്ടെ എന്ന്. അതിൽ തന്നെ പാത്തുമ്മയുടെ ആടിന് 5 രൂപ എടുത്തിട്ട് ആടിന് ഒന്നും കൊടുക്കാനില്ല. ആടിന് വിശപ്പ് തീരാത്ത ആടാ, എപ്പോഴും വിശപ്പ്. 5 രൂപ എടുത്ത് തിന്നാൻ കൊടുക്കുന്നുണ്ട് ബഷീർ. അതുപോലെ ഒരു കഥയുടെ രസം എന്നതിനപ്പുറം ബഷീർ ഭൂമിയുടെ അവകാശികൾ എഴുതിയ ബഷീർ ഉള്ളിൽ ഇതൊക്കെ ഭൂമിയുടെ അവകാശികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് എഴുതിയതാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് അതിലുണ്ടാവുന്നത്. സ്നേഹമായിരുന്നു ബഷീറിന്റെ ഏറ്റവും വലിയ മനസ്സിന്റെ ഭാവം എന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ട് ഇന്ദുപ്പൂപ്പാത്തരാണ്ടാവില്ലേ നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മ ആ ഒരു പെൺകുട്ടിയെ അതിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് തോന്നും ഇതൊരു മനുഷ്യ പെണ്ണിനെ കുറിച്ച് എല്ലാം പറയുന്നത്. കാരണം അത്ര ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിക്ക് ഇത്രയും നിഷ്കളങ്കയായിട്ട് മാറാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കത ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ എന്നെ പറ്റി പറയാം, നിങ്ങളെ പോലത്തെ വലിയ എഴുത്തുകാരും വായനക്കാരല്ല. ഞാൻ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു അവൾ അങ്ങനെയുള്ള നിഷ്കളങ്കത. പക്ഷെ ഇതൊന്നും ഒരുപാടൊന്നും വാരി വയ്ക്കാതെ വായനക്കാരുടെ മുമ്പിൽ ഇതൊരു മാലാഖയെ പോലെ നിഷ്കളങ്കയായിട്ട് തോന്നുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ളത് ബഷീറിന്റെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുപാട് വിവരിക്കുന്നതിൽ ബഷീർ അല്പം പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ അന്തർധാരകൾ പ്രകടിപ്പിക്കുന്നതിൽ ആവിഷ്കരിക്കുന്നതിൽ ബഷീർ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അത് വാക്കുകൾ പോലും ഉപയോഗിക്കാതെ മൊത്തം വായിച്ചു വരുമ്പോൾ കഥാപാത്രം നമ്മളായി തീരുന്ന ഒരു അവസ്ഥ. MT എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് പിന്നെ മജീദിനോട് അസൂയ തോന്നി, അല്ലെങ്കിൽ കേശവൻ നായരോട് അസൂയ തോന്നി, ഞാനായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു തലത്തിലേക്ക് വായനക്കാരന്റെ കഥയുടെ ഉള്ളിലേക്ക് വലിച്ച് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അത് ബഷീറിന്റെ ആവിഷ്കാരം തന്നെയായിരുന്നു. ബഷീറിന്റെ ജന്മദിനം എന്ന കഥയില് വിശപ്പ് നിങ്ങൾക്കറിയാലോ, കഥ വായിച്ചിരിക്കുമല്ലോ. വൈകുന്നേരമായിട്ടും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് ഒരു സതീർത്ഥ്യം വന്ന് കാണുന്നതും അവരോട് പിന്നെ ഇന്ന് എന്റെ ജന്മദിനാണ് എന്ന് പറയുന്നത്. അപ്പൊ ബഷീർ ചോദിക്കുകയാണ്, ബഷീറിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, നമുക്കൊക്കെ എന്ത് ജന്മദിനം, അതൊക്കെ വലിയ മണിമാലികളിൽ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കഴിയുന്ന ആളുകൾക്കുള്ള ഒരു സെലിബ്രേഷൻ മാത്രമല്ലേ. ആ ബഷീർ പറയാണ്, ഭൂമിയിൽ ജനിച്ച ഈ ഭൂഗോളത്തിലെ ജനിച്ചു വീണ എല്ലാവർക്കും ഒരു ജന്മദിനം ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു വരി എന്നതിലപ്പുറം നമ്മൾ ആ വായനക്കാരൻ ഒരു സെക്കൻഡ് അവിടെ ഒന്ന് പോസ് ചെയ്ത് നമ്മളൊന്ന് വായിക്കുകയാണ്. ശരിയാണ്, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യര് പോട്ടെ എല്ലാത്തിനും ഒരു തുടക്കം, ഒരു ജനിച്ചൊരു ദിവസം, ഒരു ജന്മദിനം ഉണ്ടാവുമല്ലോ എന്ന് അതിനെക്കുറിച്ച് മനുഷ്യരിൽ എത്ര പേർക്ക് സ്വന്തം ജന്മദിനത്തെ കുറിച്ച് അറിയിക്കാൻ അറിയാം. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ നഗ്നമായ തിക്തമായ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ ജന്മദിനം എന്നൊക്കെ പറഞ്ഞ് പുറത്തു കാട്ടുന്ന ഈ പ്രഹസനങ്ങളുടെ ഒക്കെ ഒരു നിഷ്ഫലത്വം എത്രയാണ് എന്നൊക്കെ വെറും ഒരു വരിയിൽ മാത്രം. പലപ്പോഴും ബഷീറിന്റെ ചില വരികളൊക്കെ അങ്ങനെയുണ്ട്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയുള്ള ചില വരികൾ അർത്ഥമറിയാത്ത പുതിയ സങ്കീർണമായ എഴുത്തുകളൊന്നും ആയിരിക്കില്ല, പക്ഷെ അതിന്റെ ഡെപ്ത് ഒരുപാട് കൂടുതലായിരിക്കും. ബഷീറിന്റെ കൃതികളിലെ ചില പ്രയോഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്ന് നമുക്കത് അത്ര വലിയ പുതുമയുള്ളതല്ല. പക്ഷെ അന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാലം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണമല്ലോ നമ്മളത് വായിക്കാൻ. ഇപ്പോ പാത്തുമ്മയുടെ ആടില് സ്ത്രീകൾ, വീട്ടിലുള്ള
സ്ത്രീകൾ ചോറ് കഴിക്കാറില്ല, കപ്പപ്പുട്ട് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. കാരണം ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമേ ചോറ് കൊടുക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇന്നത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇയാളൊരു പരമ ദരിദ്രനായിരുന്നല്ലോ എന്നായിരുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു വായനയിൽ അത് തോന്നുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഒട്ടുമിക്ക എനിക്കൊന്നും എൻ്റെ ഉമ്മയുടെ ഒക്കെ ഒരു തലമുറ ഒക്കെ പോകുമ്പോൾ തന്നെ ഇതൊരു സത്യമായിരുന്നു. അന്നത്തെ ഒരു സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു. അതിൽ ഇല്ലായ്മ എന്നതിലപ്പുറം എനിക്കെപ്പോഴും നമ്മളത് തളർന്നു പോകുന്ന ഒരു സ്നേഹാനുഭൂതി ഉണ്ടാവുമല്ലോ. ഇത്രയൊക്കെ പെണ്ണുങ്ങൾക്ക്, ഇത്രയൊക്കെ ഉമ്മമാർക്ക് സ്നേഹിക്കാൻ കഴിയുമോ? എന്നും ചോറുന്നാതെ എല്ലാവർക്കും ചോറ് കൊടുക്കുന്ന ഒരു, അപ്പോ അത്തരം സ്ത്രീകളെയൊക്കെ മലബാറിലെ അക്ഷരത്തിന്റെ ലോകം പല കാരണങ്ങളാൽ നിഷേധിക്കപ്പെട്ട മലബാറിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്, അവർക്ക് ഇങ്ങനെയൊക്കെ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് പറയുന്ന വലിയ അട്ടഹാസങ്ങളായിരുന്നു ആ വരികൾ. ഇന്ന് നമുക്കത് വായിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല. 1944 ബാല്യകാല സംഖ്യ എഴുതുമ്പോൾ, അല്ലെങ്കിൽ 1943 പ്രേമലേഖനം എഴുതുമ്പോൾ അതിൽ സ്ത്രീധനത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ ആ സ്ത്രീധനത്തെ കുറിച്ചുള്ള പരാമർശം ഒരിക്കലും ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു രീതിയിലല്ല അതിന്റെ റീച്ച് ഉണ്ടായിരുന്നത്. സാമൂഹികമായിട്ടും മതപരമായിട്ടും ഒക്കെ അതിന് വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സ്ത്രീധനം ഇപ്പൊ ഞങ്ങളൊക്കെ മതരംഗത്ത് നിന്ന് പഠിച്ചോ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിൽ എന്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ത്രീധനം പറ്റുമെന്ന് പറയാൻ. കാരണം നമുക്ക് മതം പഠിക്കാനുള്ള ഒരു അവസരം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബഷീറിന്റെ ഭൂപാകരാനുണ്ടായിരുന്ന എന്ന കൃതികൾ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോ നമ്മളൊരു മതവിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മുസ്ലിം, സാധാരണ മുസ്ലിമായ ഒരാൾ വായിക്കുമ്പോൾ ഇതൊക്കെ വെറുതെ എക്സാജറേറ്റ് എഴുതിയതായിരുന്നു, ഇങ്ങനെയൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ലല്ലോ, നമ്മളാരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അന്നത്തെ സമൂഹം അത്രയും പതപ്പതിച്ച ഒരു രീതിയിലായിരിക്കണം. അതിന് ബഷീറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബഷീർ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞിട്ട് സാമുദായിക കൊടി പിടിച്ചതുകൊണ്ട് അതിന് കാര്യമൊന്നുമില്ല. അന്നത്തെ സമൂഹം അതായിരുന്നു എന്നുള്ളതായിരുന്നല്ലോ സത്യം. അപ്പോ ഇന്ന് പറയുന്ന ഒരു അർത്ഥങ്ങളല്ല സ്ത്രീധനം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ വീട്ടില് ചോറുന്നാത്തവരെന്ന് പറയുമ്പോ, അതിന് ഒരുപാട് ഉപകരണാനുണ്ടായിരുന്ന ഒരുപാട് അത്തരം ഉദാഹരണങ്ങളുണ്ട്. ചെറിയ കാരണങ്ങളാണെങ്കിൽ പോലും സാമൂഹിക പരിവർത്തനത്തിൽ അതിന്റെ റോള് വളരെ വലുതായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ബഷീറിന്റെ പലയിടത്തും ബഷീർ ഉപയോഗിച്ച, പ്രത്യേകിച്ചും ഒരു ഭൂപാകരാനുണ്ടാകുന്നവർ പറഞ്ഞ ഈ പിന്നെ കുടിക്കുന്ന ഗ്ലാസ് മീനോ ഇറച്ചിയൊക്കെ കൂടി ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ വെള്ളം എടുക്കുമ്പോൾ ഗ്ലാസ് കഴുകിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു മുഷറ് വാട ഉണ്ടാവുമല്ലോ, അത് കഴുകണം എന്നതൊക്കെ നിങ്ങൾക്ക് പൊതുവായി ഒരു പ്രായമുള്ള ആളോട് സംസാരിച്ചു. നിങ്ങൾക്ക് വായിക്കുമ്പോൾ അയ്യേ ഇപ്പൊ ഗ്ലാസ് മീനിന്റെ മണ്ണുള്ള ഗ്ലാസ് ആരാ കഴുകാതെ ഗസ്റ്റിന് കൊടുക്കുക നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം പറയാം, കുടിക്കുന്ന ഗ്ലാസ് സോപ്പിട്ട് കഴുകുക എന്നൊന്നും പറയുന്നത് നിങ്ങളുടെ സംഭവമായിരിക്കില്ല എന്ന് പറയും. സോപ്പ് അതൊരു അപൂർവ വസ്തുവാണ് അല്ലെ, എന്നെക്കാൾ പ്രായമുള്ള ആളുകളാണ്. അപ്പൊ അത് ചെയ്യണം, സോപ്പിട്ട് കഴുകണം എന്ന് ഈ പിന്നെ കാമുകിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ അത് പറഞ്ഞു വെക്കുമ്പോൾ, പിന്നെ മുസ്ലിം വീടുകളിൽ മുസ്ലിം എന്നല്ല, അന്ന് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരും കക്കൂസ് ഉണ്ടാക്കാൻ, എന്താണ് ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കാൻ ആളുകൾക്ക് അന്ന് ഈ നിസാർ അഹമ്മദ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര വലുപ്പത്തിൽ ഒരു കുഴി കുത്തി ഒരു ഓല കൊണ്ട് മറച്ചാൽ പോരെയാണ്. അത് ഇതെന്താ നമ്മുടെ കയ്യിൽ ഓല ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ പറമ്പ് കൊണ്ട് കുഴിക്കാൻ മൺപെട്ടിയുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല എന്ന് അവർ ആശ്ചര്യപ്പെടുന്നത്. അത് ഉണർത്താൻ ഒരാൾ വേണം. വലിയൊരു റോളായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴയ വല്യമ്മയുടെ കാലത്ത് പറയപ്പെടാറുണ്ട്, പുതിയ പെണ്ണായിട്ട് പുറത്തുള്ള നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് നമ്മുടെ നാട്ടിൽ മരുമകളായി വന്നു കഴിഞ്ഞാൽ എന്തൊരു പ്രയാസം. കാരണം ബാത്റൂം പോകാൻ കഴിയില്ല. ബാത്റൂം പോകണമെങ്കിൽ രാത്രിയായി വെളിച്ചം പോകണം, ഇരുട്ടത്തെ ബാത്റൂം പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഓരോ ബാത്റൂമിലും അറ്റാച്ച് ചെയ്ത് അവിടെ എസ് റൂമിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കും. പക്ഷെ ബഷീറിന്റെ കൃതികള് ഇവിടെയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അല്ലെങ്കിൽ ഈ ഭൂപാകരാനുണ്ടാകുന്നതിൽ വായിക്കുമ്പോ ഇതൊന്നും മുസ്ലിങ്ങൾക്കിടയിലുള്ളതായിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പലതും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ അത് ഉണ്ട് എന്ന് വായിക്കാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടായി തീർന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ ആളുകൾ മതം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഒരു ഭൂപാകരാനുണ്ടായിരുന്നു, വലിയ കൊമ്പനാരായിരുന്നു എന്ന് പറഞ്ഞു നടക്കാന്നല്ലാതെ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവരെ ഉപ്പയും വല്യുപ്പയൊക്കെ ഖുർആൻ ഓതിയിരുന്നു, പക്ഷെ അതിനുള്ള അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ബഷീർ. എം എം ബഷീറിനോട്
വൈക്കം ബഷീറിനെ കുറിച്ച് നന്നായിട്ട് പഠനം നടത്തിയ ആളാണ്. അദ്ദേഹത്തോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, എന്റെ കൃതികളിൽ എവിടെയെങ്കിലും ഇസ്ലാമിനെതിരായി ഞാനൊരു വരി എഴുതിയിട്ടുണ്ടെന്ന് കാണിച്ചു തന്നു. ആ വെല്ലുവിളി അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കാം. പക്ഷേ ബഷീറിന് അത് അത്രയും കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് മുമ്പ് അമർത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. കാരണം മതത്തിന്റെ അന്തസത്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഓതന്റിക് ടെക്സ്റ്റുകളിലേക്ക് പോകുമ്പോൾ നാട്ടിലെ ആചാരങ്ങളും കാട്ടിക്കൂട്ടലുകളും മാറ്റി നിർത്തി യഥാർത്ഥ മതത്തിലേക്ക് പോകുമ്പോൾ ബഷീർ ശരിയായി മാറാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ബഷീറും ആ കാലഘട്ടത്തിൽ ഒരു പ്രതിനിധിയായിരുന്നു. നമ്മൾ മറക്കണ്ട, ഈ മതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വഴിയും ഇല്ലാതിരുന്ന സമൂഹത്തിലെ അറബി അറിയാത്ത സോഴ്സുകൾ മുഴുവൻ അറബിയിലായിരുന്നു. അന്ന് പള്ളിയിലെ മതപണ്ഡിതന്മാർ കൊടുക്കുന്ന ക്ലാസ്, ആ പണ്ഡിതന്മാർക്കും അറബി അറിയുമോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. അവരും അറബിയുടെ യഥാർത്ഥ സോഴ്സുകൾ പഠിച്ചതല്ല, പരമ്പരാഗതമായിട്ട് പഠിച്ചു വരുന്ന ചില കിതാബുകളിൽ നിന്ന് മാത്രം കിട്ടുന്ന വിവരമാണ് അവരുടെയും അറിവ്. അത് വെച്ച് കൊടുക്കുന്ന മതബോധമാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. അപ്പൊ ബഷീറിന്റെ മതത്തെ കുറിച്ചുള്ള നോളജിലും ചില പരിമിതികൾ ഉണ്ടാവാം. അതിന് ബഷീറിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബഷീറും ആ കാലഘട്ടത്തിലെ ഒരു മുസ്ലിം പ്രതിനിധിയായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ആന കാഫിരികളെ കൊന്നിട്ടുണ്ട്, കാഫിരികളെ കൊന്ന ആന സ്വർഗത്തിലേക്കല്ലേ പോവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിപ്പോ അരോചകമായിട്ട് തോന്നുന്നു. ഈ അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, അറിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു വങ്കത്വമാണ്. എനിക്ക് ചിരി വരുന്ന ഒരുപാട് രംഗങ്ങൾ അതിലുണ്ട്. ഇപ്പൊ അലി റളിയല്ലാഹുവിന്റെ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനായ മുഹമ്മദ് നബിയുടെ 4ാമത്തെ അനുചരനാണ്. മകളെ കല്യാണം കഴിച്ച മരുമകൻ കൂടിയാണ്. അപ്പൊ ഈ ഇസ്ലാമിക ചരിത്രത്തിലെ ഇവരൊരു ധീരന്റെ ഒരു നമ്മളങ്ങനെ പല ഇതിഹാസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല ചില കഥാപാത്രം. അപ്പൊ ധൈര്യം എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു എപ്പോഴും പറയാം. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു വാളെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അപ്പോ അത് എല്ലാ മീനുകളുടെയും ഇവിടെ ഒരു വെട്ട് കൊണ്ടു. ആ വെട്ട് മീൻ അറുത്ത് കഴിക്കണം എന്നാണല്ലോ ഇസ്ലാമികമായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ മീനും അറുത്തിട്ടുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മീൻ കഴിക്കാം എന്ന് അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ബഷീറിന്റെ കൃതി വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തില് അത് ഇസ്ലാമികമായിട്ട് ഒന്നും പഠിക്കാതെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോയാൽ അറിയാം, കടലിൽ നിന്ന് എടുത്ത സാധനത്തിന് അറുക്കേണ്ട ആവശ്യമില്ല, കടലിലുള്ള സാധനങ്ങൾ ശുദ്ധമാണ്, നിങ്ങൾക്ക് കഴിക്കാമെന്ന് 1500 കൊല്ലം മുമ്പുള്ള ടെക്സ്റ്റുകളിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും അറിയാത്തൊരു വിഭാഗമായിരുന്നു. അതുപോലെ ആളുകൾ മരിച്ചു പോകുന്ന സ്വർഗത്തിലെ ഇല കൊഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളിലൊക്കെ എങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ കയറി കൂടി എന്നുള്ളതാണ്. ഞാൻ അതിന് വളരെ വേദനാപൂർവ്വം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും എന്നോട് യോജിച്ചുകൊള്ളണമെന്നില്ല, പക്ഷെ അത് എൻ്റെ അഭിപ്രായമാണ്. അതായത് നമുക്ക് ഇപ്പോൾ ബഷീറിന്റെ എഴുത്തുകളിലൂടെ മുസ്ലിം സമൂഹം പൊതുസമൂഹത്തിന് മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക അന്തരംഗങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പലതും അറിയുന്നത് ബഷീറിലൂടെയൊക്കെയാണ്. എന്തുകൊണ്ട് മറ്റൊരു എഴുത്തുകാരനോ മറ്റു ചാനലുകളിലൂടെയോ മുസ്ലിം സമൂഹം ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയുടെ റോള് പുറത്തു വരുന്നുണ്ട്. അന്ന് മുസ്ലിങ്ങളെ അറബി മലയാളം ഒരു നമുക്ക് വേണ്ടാത്തൊരു ഭാഷ എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ആയിരുന്നു സത്യം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. സത്യത്തിൽ മദ്രസ സിസ്റ്റം ഒക്കെ കൊണ്ടുവരുമ്പോൾ അറബി മലയാളത്തിൽ ആക്കാം എന്ന് തീരുമാനം വന്നത് ഇന്ന് പലരും അറിയാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അറബി മലയാളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. സത്യത്തിൽ അതായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അറബി മലയാളത്തിൽ എഴുതി അറബി മലയാളത്തിലായാലും കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അത് എൻ്റെ ഉമ്മ ആണ് ഈ പോയിന്റ് എന്നോട് ആർഗ്യൂ ചെയ്തത്. അറബി ഒരിക്കലും അറബി മലയാളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മദ്രസയിൽ അറബി മലയാളം മീഡിയം കൊണ്ടുവന്നിട്ടുള്ളത്. മലയാളം അറിയാത്തത് കൊണ്ട് അറബി മലയാളം എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വിചാരിക്കുന്നത് എന്തോ പുതിയ ഭാഷയൊന്നല്ല. അതായത് മലയാളം ഭാഷ അറബി ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അത് പല നാടുകളിലും ഈ കൊളോണിയൽ അതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷൊക്കെ അങ്ങനെ എഴുതുന്ന, ഇപ്പൊ ഫിലിപ്പീൻസ് ഒക്കെ അവരെ യഥാർത്ഥ ലിപി മാറ്റിയല്ലോ, ടഗാലോഗൊക്കെ ഇപ്പൊ ഇംഗ്ലീഷിലല്ലേ അവർ എഴുതുന്നത് എന്ന പോലെയല്ല. അപ്പോ മലയാളത്തിന്റെ ചില ശബ്ദങ്ങൾ അറബി ഭാഷയിലില്ല, അതിന് ചില 5-6 അക്ഷരങ്ങൾ ചേർത്തു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് നമുക്കൊരു തടസ്സമായി മാറി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അറബി മലയാളം ഏതായാലും മദ്രസ പുസ്തകങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ സംഭവമായിരുന്നില്ല. ഈവൻ മലയാളത്തിലെ ചന്തുമേനോന്റെ ജിഗുലേഖയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ മുമ്പ് ട്രാൻസ്ലേറ്റഡ് നോവൽ വന്നിട്ടുണ്ട്.
അത് നമ്മുടെ മലയാളക്കരയിലെ മുസ്ലിങ്ങൾ അത് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് രേഖകളിൽ ലഭ്യമാണ്. പക്ഷെ മലയാളത്തിൽ ഒരു നോവൽ വരുന്നതിന് മുമ്പ് അറബി മലയാളത്തിൽ നോവൽ വന്നിട്ട് മാലോകരാരും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ആ ഭാഷ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു. അപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചിലപ്പോൾ വായിക്കും, പിന്നെ അറബി മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ആ നോവല് സ്വന്തം മലയാളത്തിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ പിന്നെ ചരിത്ര രേഖകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നോവലായി മാറുമായിരുന്നല്ലോ സാഹിത്യ ലോകത്ത്. അത് മറ്റൊരു ഡിബേറ്റാണ്. അപ്പോ പിന്നെ ഇസ്ലാമിനെ ക്രൂശിക്കുകയാണ്, ഇസ്ലാമിനെ വിമർശിക്കുകയാണ് എന്നുള്ള രീതിയിൽ ബഷീറിനെ സമീപിക്കുന്ന ആളുകളോട് ഞാനിപ്പോഴും ചോദിക്കാറുള്ളത്, ഇസ്ലാമിനെ അല്ല ബഷീർ വിമർശിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ പേര് നമ്മൾ എടുത്തണിഞ്ഞ കുറെ കുപ്പായങ്ങൾ ഉണ്ട്. അത് ബഷീറിനെ പോലെ ഒരു തോർത്ത് മാത്രം എടുത്ത് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കോട്ടൊക്കെ നൂലിട്ടാൽ ബാക്കി ഉണ്ടാകുന്ന മനുഷ്യരുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോ പിന്നെ പ്രിന്റിംഗ് പ്രസ് കടന്നു വരുന്ന സമയത്ത് മുസ്ലിം ലോകം അത് സ്വീകരിച്ചു. 13-ാം നൂറ്റാണ്ടിൽ പ്രിന്റിംഗ് പ്രസ് വന്നപ്പോ മുസ്ലിം ലോകത്ത് അത് കടന്നു വരുന്നത്, അറബ് ലോകത്ത് അത് വരുന്നത് 17-ാം നൂറ്റാണ്ടിൽ. എന്ന് പറയാൻ 300 വർഷം മുസ്ലിം ലോകം ഇരുട്ടിലായിരുന്നു. ഞാന് മുസ്ലിം ലോകം ഒരു പ്രതിക്കൂട്ടിൽ കയറ്റി അങ്ങനെയല്ല, നിങ്ങളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇത്ര വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിന്റെ ആളുകൾ വായിക്കണം എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു വേദഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വേദഗ്രന്ഥത്തിന്റെ ആളുകൾക്ക് എങ്ങനെ ധൈര്യം വന്നു പ്രിന്റിംഗ് പ്രസ് വന്ന സമയത്ത് അത് മുസ്ലിം ലോകത്ത് കടത്തരുത്? വലിയ ചരിത്രമാണ്. ഞാൻ അതിനെ കുറിച്ച് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൊളോണിയൽ സൈന്യത്തിന്റെ കൂടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ ഈ 300 വർഷത്തിന് ശേഷം, എന്റെ സമയം കഴിഞ്ഞാൽ പറയണേ, 300 വർഷത്തിന് ശേഷം പ്രിന്റഡ് പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടിയ ഒരു സമൂഹം എന്നുള്ള നിലയിൽ കുറെ പരിക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ പുസ്തകങ്ങൾ വായിച്ച് യഥേഷ്ടം വായനയുടെ ലോകത്ത് കടന്നെത്തിയപ്പോഴും മുസ്ലിങ്ങൾ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അറബ് ലോകത്ത് ഖുർആൻ വായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വേദഗ്രന്ഥം വായിക്കാൻ അറിയാത്ത അറബികൾ, എന്നാൽ ഖുർആൻ വായിക്കാൻ അറിയാത്ത അറബികൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് എന്നറിയാമോ? ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അറബികളുടെ വല്യപ്പന്മാരോടും മറ്റൊക്കെ ചോദിച്ചാൽ, വല്യപ്പ അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറയിലൊക്കെ പോയാൽ, എന്റെ കൂടെ ചെയ്യുന്ന ചില ചോദ്യാനികളൊക്കെ പറയാം, വല്യപ്പ ഖുർആൻ ഓതാൻ അറിയാം, ബൈഹാർട്ടായ പാർട്ടുകൾ അറിയാം, പക്ഷെ നോക്കി വായിക്കാൻ അറിയില്ല. അപ്പോ ഇസ്ലാമിനെ വിമർശിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ ബഷീറിനെ വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആചാരങ്ങളെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ പങ്ക് വിമർശിക്കേണ്ടതായിരുന്നു. വിമർശിച്ച അതിന്റെ റിസൾട്ട് കാണാനില്ല. ബഷീറിന്റെ കൃതികളിലൂടെ മാത്രം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അതിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ബഷീറിന്റെ മതം എന്തായിരുന്നു വെച്ചാൽ സങ്കീർണമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം MT തന്നെ പറയുന്നത്, പിന്നെ എങ്ങനെ ഹിന്ദു പൂർവാഗ്രഹമുണ്ടായിരുന്നു എഴുതിയ ബഷീർ കുറെ കഴിയുമ്പോൾ ഓർമ്മയുടെ അറകൾ എഴുതുക എന്ന് പലരും അമ്പരപ്പ് പ്രകടിപ്പിക്കാറുണ്ട് വരുന്നു. കാരണം ഹിന്ദു പൂർവാഗ്രഹമുണ്ടായിരുന്നിൽ എഴുതിയ ബഷീറല്ല ഇവിടെ എത്തുമ്പോൾ ഉള്ളത്. ഞാൻ ഇന്നലെ ബഷീറിന്റെ മകൻ അനീസ്കയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എങ്ങനെയായിരുന്നു ഇപ്പോൾ വീട്ടിൽ മതപരമായിട്ടൊക്കെ. അപ്പോൾ അനീസ്ക പറഞ്ഞത്, പിന്നെ കൃത്യമായിട്ട് ദിക്റുകളുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, സൃഷ്ടാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലേണ്ട ചില മന്ത്രങ്ങളാണ്. അത് കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവദൂതൻ പഠിപ്പിച്ചെന്ന വാക്കുകൾ തന്നെയാണ് ബഷീർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവ സ്ഥിരമായിട്ട് ഇരുന്ന് ചെല്ലാറുണ്ടായിരുന്നു. മകനെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നോമ്പെടുക്കുന്ന 6 വയസ്സായ അനീസ് ബഷീറിനെ കൊണ്ട് നോമ്പെടുക്കാൻ വേണ്ടി 4 മണിയാകുന്ന സമയത്ത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽപ്രവൃത്തിയാണ്, ആരാധന രൂപമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി 2 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് സ്നേഹത്തോടെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ബഷീറിനെ കാണാം. മാത്രമല്ല നാട്ടിലുള്ള മതപുരോഹിതന്മാരെ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെ അതിനെ പഠിപ്പിക്കാൻ പറ്റിയ ക്വാളിഫൈഡ് ആയ ആളുകളെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് മകൻക്കും ഷാഹിനും അനീസും മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് വീട്ടിൽ. അപ്പോ പിന്നെ
ബഷീറിന്റെ മതം ഏതെന്നുള്ള ഒരു ചോദ്യം വരികയാണ്. സത്യത്തില് പിന്നെ ബഷീറിന്റെ വ്യക്തിപരമായിട്ടുള്ള കുറെ ജീവിതത്തിലെ മുൻ ഭൂത അധ്യായങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ബഷീറിനെ വിലയിരുത്താൻ ഞാൻ ബഷീർ ഏതെങ്കിലും ഒരു ഭയങ്കര പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നു എന്നോ അല്ലെങ്കിൽ ബഷീർ എല്ലാം ദൈവ നിഷേധിയായിരുന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ബ്ലാസ്ഫമി നടത്തിയ ആള്, ആ രണ്ടും അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഓരോ വായനക്കാർ. ബഷീറിന്റെയും മത ശബ്ദങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം വിശ്വസിക്കാം. പക്ഷെ ബഷീർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, മതത്തിന്റെ ആളുകൾ മതത്തിന്റെ പേരിൽ എല്ലാത്തിനെയും അടക്കി വെച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതമില്ല എന്ന് പറയുന്ന ആളുകളോ മതമില്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ സ്വന്തം പേരിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബഷീറിനെ വളരെ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പറയും, മുമ്പൊക്കെ അവരങ്ങനെ എഴുതിയിരുന്നെങ്കിലും അവസാന കാലമായപ്പോൾ പശ്ചാത്തലിച്ചൊരു തികച്ചും ഒരു മതവിശ്വാസിയായി മാറിയിട്ടുണ്ട് എന്ന്. ഞാൻ അവരോട് കളിയാക്കി ചോദിക്കും, അപ്പൊ നമ്മള് പിന്നെ ഈ തെരുവിലും മറ്റൊക്കെ ഇങ്ങനെ നിസ്കാരമൊന്നും ഇല്ലാതെ ഇസ്ലാമികമായിട്ടുള്ളൊരു നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, ജതുവിന്റെ കാലം എന്ന് പറയും. ഭ്രാന്തമായിട്ട് ചില ദൈവത്തിനോടുള്ള ഒരു അദമ്യമായ സ്നേഹം മനസ്സിൽ കയറി ഒരുതരം ഭ്രാന്തിന്റെ അവസ്ഥ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സന്യാസി എന്നുള്ള പട്ടം ഭരിച്ചത് ഉള്ളിൽ കയറി ദൈവമല്ലാതെ ഒന്നും മുമ്പില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജതുബ് എന്നാ പറയാറ്. അങ്ങനെ എത്തിയ ആളുകൾക്ക് മതം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട് മതത്തിൽ. അപ്പൊ അവര് ചിലപ്പോൾ നമ്മൾ കാണുന്ന പോലെ നിസ്കരിക്കുന്നുണ്ടാവില്ല, നോമ്പ് കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർ ദൈവത്തിൽ തന്നെ ലയിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ദിക്റൊക്കെ ചെല്ലിയിട്ടിങ്ങനെ. അപ്പൊ ഞാൻ ഇവരോട് എന്റെ കൂട്ടുകാരോട് തമാശക്ക് ചോദിക്കും, ബഷീർ എഴുത്തുകാരൊന്നും അല്ലായിരുന്നെങ്കിൽ ശരിക്കും ഭ്രാന്തനായിരുന്നല്ലോ ഇടയ്ക്ക് ബഷീറിന് ഭ്രാന്തനായിരുന്നില്ലേ? സ്വന്തം ഫാമി പറയുന്നത് അപ്പുറത്ത് എടുക്കുന്ന മോളെ കത്തി എടുത്ത് കുത്തുവെന്ന് പേടിച്ചിട്ട് ഞാൻ മൽപ്പിടുത്തം നടത്തിയിട്ട് കത്തി പിടിച്ചെടുത്തു നോക്കിയാണ്. വീട്ടിൽ നിന്ന് പിന്നെ എന്റെ ഉപ്പാക്കാരണ്ടായിരുന്നതിൽ പുറത്ത് അദൃശ്യ ശക്തികള് കുഞ്ഞിപ്പാത്തുവിനെ കണ്ട് മോഹിക്കും എന്ന് കളിയാക്കി പരിഹസിച്ചുകൊണ്ട് പറയുന്ന ബഷീറിന് കുറച്ച് കഴിയുമ്പോൾ ഫാബിയെയും മകളെയും പുറത്ത് നിർത്തിയിട്ട് അദൃശ്യ ശക്തികൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അദൃശ്യ ശക്തിയുടെ വിശ്വാസം ഇസ്ലാമികമായിട്ട് യാതൊരു ഇതും കേട്ടോ. വന്ന് ആ പെൺകുട്ടി നിൽക്കണ്ടെങ്കിൽ അതിനെ മോഹിക്കും എന്നുള്ള രീതിയിലൊന്നും അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ബഷീറിന്റെ മതം വളരെ സങ്കീർണമാണ്. പക്ഷെ നമ്മൾ ഉപ്പായം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ചർച്ച ഖസാക്കിൽ നടന്ന സമയത്ത് ഖസാക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു എന്നുള്ള രീതിയിൽ വരുത്താൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട് ഖസാക്ക് എഴുതുന്ന കാലത്തെ വിജയനെയും പിന്നെ ഗുരുസാഗർ ധർമ്മപുരാണൊക്കെ എഴുതുമ്പോഴുള്ള വിജയനെയും അത് വിജയനായിട്ട് ഒറ്റ കുപ്പായത്തിൽ തന്നെ ഇടണം എന്ന് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത്? ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്കൊരു കുപ്പായം ഉണ്ടാവും. ആ കുപ്പായം വലുതാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇടാൻ കഴിയില്ല. പക്ഷെ എന്റെ ഇപ്പോൾ ഉള്ള കുപ്പായത്തേക്കാൾ സുന്ദരമായിട്ട് പക്ഷെ എന്റെ കുട്ടിക്കാലത്തെ കുപ്പായം എപ്പോഴും അൽമാരയിൽ ഇരിക്കുന്നുണ്ടാവും. അത് ഓരോരുത്തർക്കും സൗകര്യം. നിങ്ങൾക്ക് ഈ കുപ്പായമാണ് ഭംഗി എന്ന് പറയേണ്ട യാതൊരു നിർബന്ധമില്ല. അതാണ് ഭംഗി നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. എന്റെ ഉപ്പൂപ്പാക്കാരാണ്ടായിരുന്നു എന്നുള്ളത് ബഷീർ എഴുതി 1946 ഉപ്പൂപ്പാക്ക് എന്തായാലും 50-ന് മുമ്പ് എഴുതിയ ബഷീർ ഓർമ്മയുടെ അറകൾ എത്തുമ്പോഴേക്കും ബഷീറിന്റെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സത്യം പറയാൻ നമ്മളൊക്കെ അഭ്യസ്ത വിദ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ സങ്കുചിതരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പ്രകോപിതരാകരുത്. മാധവിക്കുട്ടി എന്ന് പറയരുത്, അവർ മുസ്ലിം ആയിട്ടില്ലേ, അമല സുബയ്യ എന്ന് പറയണം എന്ന് പറഞ്ഞ് എന്റെ കഥ അത് മാധവിക്കുട്ടിയല്ല കമല സുബയ്യ എന്ന് തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരുതരം ഒരു സങ്കുചിതത്വം ഞാൻ അതിനെ എതിർക്കുകയാണ്. അതേ അളവിൽ തന്നെ ഞാൻ എതിർക്കുന്നു മാധവിക്കുട്ടിയുടെ പിന്നെ കമലാസുരയുടെ ചരമവാർഷികമാകുന്നു അവരെ പറ്റി ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പോലും അർത്ഥമായി പോലും കമലാസുരയ്യ എന്നുള്ള വാക്ക് വരരുത്, മാധവിക്കുട്ടി എന്ന് തന്നെ വരണം. കാരണം അവര് മതം മാറി എന്നത് എന്റെ അഭിപ്രായത്തോട് യോജിക്കാത്തതാണ് എന്നുള്ള ഒരുതരം പ്രതിഷേധാത്മകമായിട്ടുള്ള മറുവശങ്ങൾ രണ്ടും തെറ്റാണ്. മാധവിക്കുട്ടിക്ക് ഒരേ സമയത്ത് എന്റെ കഥ എഴുതുന്ന മാധവിക്കുട്ടിയും ആകാൻ വായനക്കാരനായി നമ്മുടെ മനസ്സിൽ ഇടണ്ടാവുന്നു. അത് കഴിഞ്ഞ് അവസാനം കമലാസുരയായി മാറുന്ന യാ ഇലാഹി യാ അല്ലാഹ് എഴുതുന്ന മാധവിക്കുട്ടിയായി മാറാനും നമ്മുടെ മനസ്സിൽ ഇടണ്ടാവുന്നു. വായനക്കാരൻ എന്തുകൊണ്ട് സങ്കുചിതമായി നമ്മൾ OV വിജയനും മാധവിക്കുട്ടിക്കും കമലാസുരയ്ക്കും ബഷീറിനും ഒക്കെ കുപ്പായം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുപ്പായം ഭംഗിയില്ല, ഞങ്ങളുടെ ഈ കുപ്പായം ഇടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഞാൻ
അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് മുസ്ലിങ്ങളുടെ പക്ഷം അല്ലെങ്കിൽ മതവിശ്വാസികളുടെ പക്ഷമാവട്ടെ മതരഹിതരുടെ പക്ഷമാവട്ടെ, രണ്ടാണെങ്കിലും അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. സത്യത്തില് മനുഷ്യനൊരു ജീവി എന്നുള്ള തലത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുമ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലോ ഉള്ളൂ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു രീതിയാണ്. ശബ്ദങ്ങൾ പക്ഷേ ചോദിക്കുകയാണ്, അത് പറയുമ്പോഴാണ് ശബ്ദങ്ങളും പിന്നെ പ്രേമലേഖനൊക്കെ നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് അത്ഭുതമാണ്. ഇതിനൊക്കെ ഈ കൃതിയൊക്കെ നിരോധിക്കേണ്ട കാര്യം ഇന്നത് നിരോധിക്കേണ്ട ഒരു കൃതിയായിട്ട് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ പരിസരത്തിൽ അതൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പക്വതയിൽ എത്തിയിട്ടുണ്ട്. അതേസമയത്ത് അന്ന് സ്ത്രീ എന്ന ഒരു കൊച്ചു നോവല് ബഷീർ എഴുതി നിരോധിച്ചു. MT പോൾ പറഞ്ഞിട്ട് കുറച്ച് അധികം സഭ്യത ഒരു അതിരുകൾ കുറച്ച് വല്ലാണ്ട് സ്ത്രീ പറഞ്ഞ ലൈംഗികതയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് എഴുതണ്ട എന്ന് MT പോൾ അഭിപ്രായപ്പെട്ടപ്പോൾ ബഷീർ പ്രസിദ്ധീകരിക്കാതെ അത് ആറ്റിലെടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അത് ഇന്നാണെങ്കിൽ അതും അറിയില്ലായിരുന്നു. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു സാമൂഹിക പൊതുബോധത്തിലുള്ള ചില വ്യതിയാനങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ് സത്യം. അന്ന് നമുക്ക് വളരെ കോൺട്രാവേഴ്ഷ്യൽ ആയിട്ട് വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നിയത് ഇന്നല്ല, ഇന്ന് പ്രൊവോക്കിംഗ് ആയത് അന്നുമല്ല എന്നുള്ള രീതിയിലുള്ള കുറെ വ്യത്യാസങ്ങളാണ്. അപ്പൊ സദാചാരത്തെ കുറിച്ച് പറയുമ്പോൾ ബഷീർ ചോദിക്കുകയാണ്, ഒരു മിനിറ്റ്, സദാചാരം എന്നാണോ പറഞ്ഞത്? ഈ ഭൂഗോളത്തിൽ ഏത് പ്രദേശത്തെ ആളുകളുടെ സദാചാരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സാരി ഉടുക്കുമ്പോൾ വയറ് കാണിക്കണം അല്ലെ? സാരി സാധാരണ രീതിയിൽ ഉടുക്കുന്ന സ്ത്രീകൾ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് യൂറോപ്യൻസ് ഒന്നും അങ്ങനെ കാണിക്കില്ല. കാരണം അവർക്ക് വയറൊരു കാണിക്കാൻ പറ്റാത്തൊരു ഭാഗം, ശരീരം മുഴുവൻ തുറന്നാലും വയറ് കുറച്ച് മറക്കണം, അവരുടെ സദാചാര ബോധമാണ്. നമ്മുടെ നാട്ടില് വളരെ പിന്നെ ആർഷഭാരത സംസ്കാരമൊക്കെ പറയാം, നമുക്ക് വയറൊരു പ്രശ്നമില്ല. വയറ് ഭാഗം എത്രയും അത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലാണെങ്കിലും കാണിക്കും, സഹപ്രവർത്തകരുടെ മുമ്പിലാണെങ്കിലും കാണിക്കും. സദാചാര ഭൂഗോളത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ള വലിയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് നാട്ടിലെ സദാചാരം ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾ എങ്ങനെയാ വേശ്യകളാകുന്നതെന്ന് ചോദിക്കുക. ആ ബഷീർ അതിന് ഉത്തരം പറയുകയാണ്, പുരുഷന്മാരുടെ ആയതുകൊണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ വെറും 1-2 വരിയിൽ ഒതുങ്ങുന്നതാണെങ്കിൽ, പക്ഷെ അത് നമ്മൾ വായനക്കാരനാണ് കോഴ്സ് അവിടെ ഒരു നിമിഷം നിന്ന് പോകുന്നത്. പുരുഷനല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീയെ പിന്നെ വേശ്യയാക്കിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ പിന്നെ BM സുഹറയുടെ ഒരു നോവലുണ്ട്, അതിന്റെ സമയം കഴിഞ്ഞാൽ സൂചിപ്പിക്കുക. പിന്നെ BM സുഹറയുടെ നോവലുണ്ട് മൊഴി എന്ന് പറഞ്ഞിട്ട്, അത് അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ വർക്ക് ചെയ്യുന്ന സിനിയൻ ട്രാൻസ്ലേറ്റ് അസമർ പേര് അത്തലാന്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ആണ് ഞാൻ നമ്മുടെ ഭാഷയുടെ ഒരു പരിമിതി ശ്രദ്ധിച്ചത്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ മലയാളത്തിൽ വേശ്യ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുല്ലിംഗമില്ലാത്തത്? ശരിക്കും അതിന് പുല്ലിംഗല്ലേ വേണ്ടിയിരുന്നത്, വേശ്യക്ക് പുല്ലിംഗല്ലല്ലോ. അതേസമയത്ത് അറബിയിലുണ്ട്, അറബിയിൽ സാനി എന്ന് പറയുന്നത് സാനിയുണ്ട്. അപ്പോ നമ്മളുടെ ചില പൊതുബോധങ്ങളെ വളരെ ആഴത്തിലുള്ള വെട്ടുകളായിരുന്നത് സ്ത്രീ എന്തുകൊണ്ട് വേശ്യയാകുന്നു, പുരുഷനുണ്ടായിരുന്നത്. അല്ലെങ്കിലും ഞാനിപ്പോൾ വളരെ റീസെന്റ് ആണ് ഈ സെന്റിനലീസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിനെ കുറിച്ച് വളരെ ഓൾറെഡി വായിച്ചത്, പക്ഷെ ഞാൻ ഇപ്പോഴത്തെ വായിച്ചത്. ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഭാഗമാണത്. ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ചില ദ്വീപുകളാണ് സെന്റിനലീസ് ഐലൻഡ്സ്. അതില് 6000 വർഷമായിട്ട് ഒരു മനുഷ്യനും ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. സുനാമി വന്ന സമയത്ത് ഇന്ത്യൻ നാവികസേന അവർക്ക് ഭക്ഷണം, അതിൽ മനുഷ്യരുണ്ടായിരിക്കാം, അപകടം പറ്റിയിരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മുകളിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഭക്ഷണം താഴെ കെട്ടിക്കൊടുക്കുക ചെയ്തിരുന്നു. ഇന്ത്യയുടെ സെൻസസ് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആളുകളുണ്ടെന്ന് ഇപ്പോഴും ഊഹം മാത്രമാണുള്ളത്. അത് ഇന്ത്യൻ നമ്മുടെ ടെറിട്ടറിയിൽ പെട്ട ഭാഗമാണ് സെന്റിനലീസ് ഐലൻഡ്സ്. അപ്പൊ ഇവര് വസ്ത്രം ധരിക്കാത്ത 6000 വർഷം മുമ്പ് ശിലായുഗത്തിലൊരു മനുഷ്യനെ പോലെ ഇന്നും നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ മനുഷ്യന്മാർ ജീവിക്കുകയോ? അപ്പോ പിന്നെ ബഷീർ ശബ്ദങ്ങളിൽ പറയുന്ന പോലെ പലർക്കും സദാചാരം എന്ന് പറയുന്നത് സഹോദരിയെ കല്യാണം കഴിക്കുന്നത് പ്രശ്നമില്ലാത്ത സദാചാരങ്ങളുണ്ട്. അപ്പോ നമ്മളെ ആളുകളെ അവരുടെ സദാചാരം അനുസരിച്ച് നിങ്ങൾ സദാചാരം എന്ന് പറയുമ്പോൾ ആരുടെ സദാചാരമാണ് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സദാചാരത്തെ ആദരിക്കാതെ, ഇപ്പൊ ഒരാൾ മുഖം മറക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സദാചാരമാണ്. സഹോദരിയെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സദാചാരമാണ്.
ഒരാൾ വയറ് കാണിക്കുന്നുണ്ടെങ്കിൽ, പൊക്കിള് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സദാചാരമാണ്. നമ്മളതിന് വാട് പിടിച്ചിട്ടുണ്ടാകും. അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാലത നമുക്കില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമില്ലേ? ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അവസാനം പിന്നെ ശരിക്ക് ബഷീറിന്റെ സദാചാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ല, ശരിക്കും സൂര്യൻ അസ്തമിക്കാറില്ല. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി നിൽക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അത് സൂര്യൻ ഉദിക്കുകയല്ലേ ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്തിന് സൂര്യൻ ഉദിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അസ്തമയം എന്ന് പറഞ്ഞ് കവിതകളൊക്കെ എഴുതും, വിട പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ സൂര്യൻ ഉദിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് മാത്രം നോക്കുകയാണ്. ബഷീറിന് എല്ലാവരുടെയും കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബഷീറിന്റെ ഏറ്റവും വലിയൊരു സുപ്രീമസി എന്ന് പറയുന്നത്. ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഭംഗിവാക്ക് എന്നതിനപ്പുറം ബഷീർ പറയുന്നുണ്ട്, ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഭാഗത്ത് നോക്കിയ മനുഷ്യൻ വല്ലാത്ത ഭയങ്കര ഘാതകനല്ലേ എന്നാണ് ബഷീർ പറയുന്നത്. ഭയങ്കര ഘാതകനല്ലേ അല്ലെ? അവരുടെ ഭാഗത്ത് നോക്കിയ മനുഷ്യൻ വെറും ക്രൂരനായിട്ടുള്ള, എല്ലാവരെയും ദ്രോഹിക്കുന്ന, ഭൂമിയിലെ അടക്കി പാടുന്ന ഒരു ഹിംസ്ര ജന്തു എന്നതിനപ്പുറം എന്താണ് നമുക്ക് നമ്മൾ സാപ്പിയൻസ് എന്ന പുസ്തകത്തിലേക്കൊക്കെ മടങ്ങിപ്പോകുന്ന ഒരു തരം ഒരു തോന്നലായിരിക്കുന്നത്. അപ്പോ സൂര്യൻ അസ്തമിക്കുന്നില്ല, അപ്പുറത്ത് ഉദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കിഴക്ക് എവിടെ പടിഞ്ഞാറ് എവിടെ എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? പടിഞ്ഞാറ് എന്ന് പറയുന്നത് അത് പിന്നെ സൂര്യൻ അസ്തമിക്കുന്നിടത്താണെന്ന് നമ്മൾ പറയാം. യഥാർത്ഥത്തിൽ സൂര്യൻ എവിടെ അസ്തമിക്കുന്നു അവിടെ പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചു മറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ പ്രശ്നങ്ങൾ തീരാവുന്ന കുറെ സങ്കുചിതങ്ങളെ നമ്മളുടെ ഉള്ളിലുള്ളൂ. യഥാർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരുടെ ശരികളെയും അവരുടെ ശരികളായി ബഹുമാനിക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നതാണ് ബഷീറിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവരോടും സ്നേഹം, അവഗണിക്കപ്പെട്ടവരോട് സ്നേഹം. എല്ലാവരും വലിയ വലിയ ആളുകളെ കുറിച്ച് എഴുതിയപ്പോൾ ചെറിയ ചെറിയ ആളുകളെ കുറിച്ച്, ചെറിയ ചെറിയ വസ്തുക്കളെ കുറിച്ച്, ചെറിയ ചെറിയ വികാരങ്ങളെ കുറിച്ച് എല്ലാം പൊതുരംഗത്തേക്ക് കൊണ്ടുവരാനും അങ്ങനെ മലയാളിയുടെ അഭിമാനമായിട്ട്, ബേപ്പൂർ സുൽത്താനായിട്ട്, കേരളത്തിന്റെ സുൽത്താനായിട്ട് മാറാനും ബഷീറിന് സാധിച്ചു. ഇതൊരു വലിയ സന്ദേശമാണ്. ഒരു സാഹിത്യ ചടങ്ങ് എന്നതിലപ്പുറം നമ്മളുടെ ചിന്തയിലും നമ്മളുടെ ബോധത്തിലും ഒക്കെ ഒരു വിശാലതയായിട്ട് ബഷീർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും അപാകതകൾ എൻ്റെ വാക്കുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, മാത്രമേ പറയാനുള്ളൂ.